നിലവിലിപ്പോൾ രാവിലെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഇതിനുള്ളിലെ മാലിന്യം മാറ്റണം, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂബ ടീം ഉള്ളിലേക്ക് പോകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരമാവധി ഉള്ളിൽ പോകാൻ കഴിയുന്ന തരത്തിലേക്കെല്ലാം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വിഷയം ഉണ്ടായത് മുതൽ കേരള ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീമും അതുപോലെ കേരള പോലീസും നഗരസഭയും ജില്ലാ ഭരണകൂടവും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇന്നലെ ഡിവൈഎഫ്ഐ സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ അവരുടെയൊക്കെ പ്രവർത്തനം നമുക്കിതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് എല്ലാവരുടെയും ഒരു പ്രവർത്തനം, മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെയിൽവേ അതിനകത്ത് മാലിന്യം അടിയന്തരമായി മാറ്റണം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടത് ചെയ്യും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. റെയിൽവേയുമായിട്ട് നേരത്തെ തന്നെ ഈ മാലിന്യം മാറ്റണമെന്നുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം പോയിട്ടുള്ളതാണ്. ഇന്നലെ അത് പത്രമാധ്യമങ്ങൾക്കെല്ലാം അയച്ചു തരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്നും മറ്റ് വിഷയങ്ങളെല്ലാം നമുക്ക് ഇതിന് ശേഷം, ഇന്നത്തെ ദിവസത്തിന് ശേഷം മറ്റ് വിഷയങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും.